കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ക്യാമ്പയിനുമായി കോക്രോച്ച് ജനതാ പാർട്ടി. പരീക്ഷയെ തമാശയായി കാണുന്ന മന്ത്രിയെ പുറത്താക്കാനായി 1 മില്യൺ നിവേദനങ്ങൾ, അതായത് 10 ലക്ഷം നിവേദനങ്ങൾ ശേഖരിക്കുകയാണെന്ന് CJP പറയുന്നു. ഇതിനോടകം 5 ലക്ഷം നിവേദനങ്ങൾ ശേഖരിച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടി വെബ്സൈറ്റ് വീണ്ടും സജീവമായെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ അറിയിച്ചു. വിനിത വിജി വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. CJP BJPക്ക് തലവേദനയാകുകയാണോ വിനിത? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വിമർശിക്കുന്ന പ്രതിപക്ഷ നിരയേക്കാൾ അതിശക്തമായി CJP രംഗത്ത് വരുന്നു. ഒരു യുവാക്കളുടെ കൂട്ടായ്മ, അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അത് സോഷ്യൽ മീഡിയയിലൂടെ അവർ ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ പുറത്തു നിന്നുള്ള വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പരിപാടികളോ അല്ല സംഘടിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് അതിനെതിരെയുള്ള യുവാക്കളുടെ പ്രതിഷേധം രാജ്യത്തെ രേഖപ്പെടുത്തുകയാണെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പിന്നാലെ ഈ വെബ്സൈറ്റ് പൂട്ടിപ്പോയി എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ഇപ്പോൾ ആ വെബ്സൈറ്റ് വീണ്ടും സജീവമായിരിക്കുന്നുവെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാറ്റകൾ എല്ലാം അതിജീവിക്കുന്നവരാണ്, പാറ്റകൾ അതിജീവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ CJP എന്നും അദ്ദേഹം പറയുകയാണ്. CJP എന്ന പ്രസ്ഥാനവും വ്യത്യസ്തമാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒപ്പുശേഖരണം, ഒരു നിവേദനം ശേഖരിക്കൽ ഈ വെബ്സൈറ്റിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1 മില്യൺ എത്തുക എന്നുള്ളതാണ്, 1 മില്യൺ ഒപ്പുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു CJPയുടെ ലക്ഷ്യം. അത് വീണ്ടും ഈ വെബ്സൈറ്റ് നേരത്തെ തന്നെ തകരാറിലായത് കാരണം, അത് ലഭിക്കാതെ വന്നത് കാരണം അത്തരം ഈ ഒപ്പുശേഖരണം നിലച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് സ്ഥാപകൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. 1 മില്യൺ നിവേദനം ശേഖരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം 5 ലക്ഷം നിവേദനങ്ങളാണ് ശേഖരിച്ചു കഴിഞ്ഞതെന്നും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. പരീക്ഷകളെ വിദ്യാഭ്യാസ മന്ത്രി ഒരു തമാശയായാണ് കാണുന്നതെന്നും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ചൊരു വിദ്യാഭ്യാസ മന്ത്രിയെ അർഹിക്കുന്നു എന്നുമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.